നമസ്കാരം. എംഫോർമിക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്: സൈസ് ഓഫ് ട്രൈസ്കോർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഡാഷ്. ട്രൈസ്കോറിൻ്റെ സൈസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്താൽ ലെങ്ത് ഓഫ് ദ ബ്ലേഡിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഡാഷ് ഈസ് യൂസ്ഡ് ടു കട്ട് പാരലൽ ഗ്രൂ കട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് കട്ട് സിസർ കൊണ്ടാണ് പാരലൽ ഗ്രൂ കട്ട് ചെയ്യുന്നത്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് യൂസ്ഡ് ടു കറക്റ്റ്ലി ക്ലീൻ ദ ഹോൾ. അതായത് ഡ്രില്ല് ചെയ്ത ഹോൾ ക്ലീൻ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ റീമറാണ് യൂസ് ചെയ്യുന്നത്. സോ ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലീസ്റ്റ് കൗണ്ട് ഓഫ് മെട്രിക് വെർനിയർ മൈക്രോമീറ്റർ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്: മെട്രിക് വെർനിയർ മൈക്രോമീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്നാണ്. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.001 mm. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മൈക്രോൺ ഈസ് ഈക്വൽ ടു ഡാഷ്. അതായത് 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.001 mm ആണ് 1 മൈക്രോൺ എന്ന് പറയുന്നത്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗ്യാപ്പ് ബിറ്റ്വീൻ 2 മീറ്റിംഗ് സർഫസ് ഈസ് ചെക്ക്ഡ് ബൈ ഡാഷ്. അതായത് 2 മീറ്റ് ചെയ്യുന്ന സർഫസ് തമ്മിൽ ഗ്യാപ്പ് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫീലർ ഗേജാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ടു റിമൂവ് എക്സസീവ് ബ്രിട്ടിൽനെസ് ഓഫ് ചിസൽ ഡാഷ് ഈസ് ഡൺ. നമ്മുടെ ചിസലിൻ്റെ എക്സസീവ് ആയിട്ടുള്ള ബ്രിട്ടിൽനെസ് ഉണ്ടല്ലോ, അത് റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് ടെമ്പറിങ് ആണ് ചെയ്യുന്നത്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പർ മെഷർ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പൈറോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സി ആണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ ഇതാണ്: ടോങ്സ് ആർ ജനറലി മെയ്ഡ് ഓഫ് ഡാഷ്. ടോങ്സ് ഏത് മെറ്റീരിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബെസ്റ്റ് കണ്ടക്ടർ ഫോർ ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയും ഹീറ്റും കടത്തി വിടാൻ കഴിയുന്ന ബെസ്റ്റ് കണ്ടക്ടർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറാണ്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സ്മാളർ സൈസ് ഓഫ് ഡ്രിൽ ഇൻ നമ്പർ കാറ്റഗറി ഈസ് ഡാഷ്. ഏറ്റവും സ്മോൾ സൈസുള്ള ഡ്രിൽ ഏതാണെന്ന് വെച്ചാൽ 0.35 mm ആണ്. സി ആണ് ശരിയായ ഉത്തരം. ഡാഷ് ഈസ് യൂസ്ഡ് ടു പുട്ട് കോൾ ഇൻ ഫോർജ് ആൻഡ് ടേക്ക് ഔട്ട് ആഷ് ഫ്രം ഫോർജ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ ഫോർജിനകത്ത് കോൾ ഇടുന്നതും അതിനുശേഷം ആഷ് അതായത് ചാരം പുറത്തെടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരേത് എന്നാണ്. അത് തന്നെ ഷവലാണ്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വെൻ ക്ലോസ് ദി പൈപ്പ് എൻഡ് ഈസ് റിക്വയർഡ് ടു ഫിറ്റിംഗ് ഓഫ് ഡാഷ്. അതായത് പൈപ്പിൻ്റെ എൻഡ് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിറ്റിങ്ങിൻ്റെ പേരെന്ത് എന്നാണ്. അത് തന്നെ ക്യാപ്പാണ്. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ആർ ആൾസോ നോൺ ആസ് ഡാഷ്. അതായത് റോളിംഗ് കോണ്ടാക്ട് ബിയറിങ്ങിന് പറയുന്ന പേരെന്ത്? അതായത് ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് ആണ് അതിന് പറയുന്ന വേറൊരു പേര്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫോർ ഷാഫ്റ്റ് ഇൻ പാരലൽ ആൻഡ് റൊട്ടേറ്റിംഗ് ഇൻ സെയിം ഡയറക്ഷൻ ഡാഷ് ബെൽറ്റ് ഈസ് യൂസ്ഡ്. അതിൻ്റെ ഉത്തരം ഓപ്പൺ ബെൽറ്റാണ് യൂസ് ചെയ്യുന്നത്. സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഓപ്പൺ ബെൽറ്റ്. ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ക്രോസ് ബെൽറ്റാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ ടാപ്പ് വാഷർ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. ടാപ്പ് വാഷർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലോക്കിംഗ് ദി നട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിസ്കോസിറ്റി ഈസ് ആൻ ഇൻറ്റേർണൽ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ഡാഷ്. റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോ എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ ജിഗ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ഡാഷ്. ജിഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഗൈഡ് ദി ടൂൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് യൂസ്ഡ് ഫോർ പവർ പ്രസ്. പവർ പ്രസ്സുകളിലൊക്കെ ഏത് ടൈപ്പ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്? സ്ക്വയർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗൺ മെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ഡാഷ്. ഗൺ മെറ്റൽ ഏതൊക്കെ അലോയ് ആണെന്ന് വെച്ചാൽ കോപ്പറും ടിന്നും സിങ്കും ഉണ്ടാവും. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് സിലിണ്ടറിക്കൽ റഫ് കാസ്റ്റിംഗ് ഫോർ ടേണിംഗ്. അതിൻ്റെ ഉത്തരം ഫോർജോ ചക്കാണ്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി മോസ്റ്റ് സ്യൂട്ടബിൾ പിച്ച് ഓഫ് ഹാക്സോ ബ്ലേഡ് ഫോർ കട്ടിംഗ് തിൻ സെക്ഷൻ ട്യൂബ്. അതായത് ചെറിയ ട്യൂബുകളൊക്കെ കട്ട് ചെയ്യാൻ നമ്മൾ ഹാക്സോ ബ്ലേഡിൻ്റെ ഏത് ടൈപ്പ് പിച്ചുള്ളതാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ടൈപ്പ് ഉള്ളതാണെന്ന് വെച്ചാൽ 0.8 mm പിച്ചുള്ളതാണ് യൂസ് ചെയ്യുന്നത്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റാച്ചറ്റ് സ്റ്റോപ്പ് ഇൻ മൈക്രോമീറ്റർ ഹെൽപ്പ് ടു ഡാഷ്. അതായത് നമ്മുടെ മൈക്രോമീറ്റർ യൂസ് ചെയ്യുന്ന റാച്ചറ്റ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യകത, അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതെന്ന് വെച്ചാൽ കൺട്രോൾ ദി പ്രഷർ. കറക്റ്റ് പ്രഷറിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡി ആണ് ശരിയായ ഉത്തരം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഹൊറിസോണ്ടൽ ഫീഡ്, ക്രോസ് ഫീഡ് ആൻഡ് സ്ക്രൂ കട്ടിംഗ് മൂവ്മെൻറ്റ് ഇൻ എ ലേത്ത് ഈസ് കൺട്രോൾഡ് ബൈ ഡാഷ്. അതിൻ്റെ ഉത്തരം അപ്രോൺ ആണ്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് ഡാഷ് ഓഫ് ഫയൽ ഈസ് ടെമ്പേർഡ്. അതായത് ഫയലിൻ്റെ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും ടെമ്പേർഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഏത് ഭാഗമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. തന്നെ ടങ് ആണ്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗേജസ് ആർ മെയ്ഡ് ഓഫ് ഡാഷ്. ഗേജസ് ഒക്കെ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഗേജസ് ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ അലോയ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ ലേത്ത് ലീഡ് സ്ക്രൂ. ലേത്തിൻ്റെ ലീഡ് സ്ക്രൂവിൽ ഏത് ടൈപ്പ് ത്രെഡാണ് ഉണ്ടാവുക വെച്ചാൽ ആം ത്രെഡാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി കൂളൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ റീമിങ് അലുമിനിയം വർക്ക് പീസ്. അലുമിനിയം വർക്ക് പീസ് റീം ചെയ്യാൻ ഏത് കൂളൻ്റാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കെറോസിനാണ്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി മാർജിൻ ഗീവ് ദി ബേസിക് സൈസ് ഈസ് ഡാഷ്. അതായത് ബേസിക് സൈസിൻ്റെ മാർജിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ലിമിറ്റാണ് അതിന് പറയുന്നത്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രാച്ചസ് ഓൺ ദി സർഫസ് ഈസ് നോൺ ആസ് ഡാഷ്. സ്ക്രാച്ചസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ റഫ്നെസ് ആണ് സ്ക്രാച്ചസ് പറയുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി മെയിൻ പർപ്പസ് ഓഫ് അനലിംഗ്. അനലിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? ടു ഇംപ്രൂവ് ദ മെഷീനബിലിറ്റി. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി എബിലിറ്റി ഓഫ് മെറ്റൽ വിത്ത്സ്റ്റാൻഡ് ഇമ്പാക്റ്റ് ലോഡ്. ഇമ്പാക്റ്റ് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക? ടഫ്നെസ് എന്നാണ് പറയുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. സെക്കൻഡ് കട്ട് ഫയൽ ഈസ് ടൈപ്പ് ഓഫ് ഡാഷ്. സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഗ്രേഡ് ആണ്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാസ്റ്റ് അയൺ കനോട്ട് ബി ഫോർജ്ഡ് ബിക്കോസ് ഇറ്റ് ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ് ഡാഷ്. കാസ്റ്റ് അയൺ ഏത് പ്രോപ്പർട്ടിയാണ് ഉണ്ടാകുന്നത്? ബ്രിട്ടിൽനെസ് ഉള്ളത് കൊണ്ടാണ്. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റിവറ്റ് ഇൻ എ റിവറ്റ് ജോയിൻറ്റ്. അതായത് മിനിമം ഡിസ്റ്റൻസ് തരാണ് റിവറ്റിൽ നമ്മൾ ജോയിൻറ്റ് വെച്ചാൽ 3D ആണ്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് റിവറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ വർക്ക്. സ്ട്രക്ചറൽ വർക്ക് യൂസ് ചെയ്യുന്ന റിവറ്റ് ഏതാണെന്ന് വെച്ചാൽ സ്നാപ്പ് ഹെഡ് ആണ്. ബി ആണ് ശരിയായ ഉത്തരം. ഇതേപോലെ ഹെവി സ്ട്രക്ചറൽ വർക്കാണ് നമ്മൾ എന്തെങ്കിലും പാൻ ഹെഡ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഗിയർ ടീത്ത് ആർ കട്ട് അറ്റ് ആൻ ആംഗിൾ ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതിൻ്റെ ഉത്തരം ഹെലിക്കൽ ഗിയർ ആണ്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് പുള്ളി ഈസ് ഫിറ്റഡ് ഓൺ ദി ബെൽറ്റ് ടു ഇൻക്രീസ് ദി ആർക്ക് ഓഫ് കോണ്ടാക്ട്. അതായത് അതിന് യൂസ് ചെയ്യുന്ന പുള്ളി ഏതാണെന്ന് വെച്ചാൽ ജോക്കി പുള്ളിയാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. സി ആണ് ശരിയായ ഉത്തരം.